നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാശം വിതച്ച ഫിഞ്ചാൽ. പുതുച്ചേരിയിൽ പെയ്തത് റെക്കോർഡ് മഴ, 4 പേർ മരിച്ചു. ആന്ധ്രാ തീരത്ത് മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. സംസ്ഥാനത്തും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കണ്ണൂർ വരെ നാളെ റെഡ് അലർട്ട്. ചുഴലിക്കാറ്റിനിടെ വിമാനത്തിന്റെ ലാൻഡിംഗ് പാളി. വിമാനം ഇടത്തോട്ട് ചെരിഞ്ഞു. പൈലറ്റിന്റെ സമയോചിത ഇടപെടലിൽ വീണ്ടും പൊങ്ങിപ്പറന്നു. ചെന്നൈ വിമാനത്താവളത്തിൽ ഒഴിവായത് വൻ ദുരന്തം. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് പിന്നിലെ 2 പേർ പിടിയിൽ. കൊച്ചിയിൽ അകത്തായത് യുവതിയിൽ നിന്ന് 4 കോടി തട്ടിയ 2 പേർ. പിടിയിലായത് മലപ്പുറം, കോഴിക്കോട് സ്വദേശികൾ. പെൻഷൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. തട്ടിപ്പ് നടത്തിയ ജീവനക്കാരുടെ പേര് പുറത്തുവിടണം. CAG റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്തത് അത്ഭുതമെന്നും VD സതീശൻ. CAG കണ്ടെത്തലുകൾ പുറത്തുവിട്ടത് ന്യൂസ് 18. നേതൃത്വത്തിന് തലവേദനയായി ഏരിയ തലത്തിലെ വിഭാഗീയത. പത്തനംതിട്ടയിൽ പ്രശ്നപരിഹാര ശ്രമവുമായി MV ഗോവിന്ദൻ ജില്ലയിൽ. തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും തർക്കം. ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി. കൊല്ലം കുലശേഖരപുരത്ത് ലോക്കൽ സെക്രട്ടറി രാജിവെച്ചു. G സുധാകരനെ സന്ദർശിച്ച് KC വേണുഗോപാൽ. BJPയിലേക്ക് സ്വാഗതം ചെയ്ത K സുരേന്ദ്രൻ. വിവാദം ഒഴിവാക്കാൻ ചന്ദ്രിക പത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി G സുധാകരൻ. നാശം വിതച്ച് ഫിഞ്ചാൽ. ഇന്നലെ രാത്രി കരതൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശനഷ്ടങ്ങൾ. 4 പേർ മരിച്ചു. പുതുച്ചേരിയിൽ റെക്കോർഡ് മഴയാണ് പെയ്യുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രയുടെ തെക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതിതീവ്ര ന്യൂനമർദ്ദം രാത്രി വരെ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പുതുച്ചേരിക്കും മഹാബലിപുരത്തിനുമിടയിൽ കരതൊട്ടത്. തുടർന്ന് ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാടിന്റെ തെക്കു പടിഞ്ഞാറ് തീരങ്ങളിലൂടെ ന്യൂനമർദ്ദം ആന്ധ്രയുടെ തെക്കൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 7 കിലോമീറ്റർ എന്നതാണ് കാറ്റിന്റെ വേഗത. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പെയ്യുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുഷ്കരമായി. റെക്കോർഡ് മഴയാണ് പുതുച്ചേരിയിൽ പെയ്തത്. 24 മണിക്കൂറിനിടെ 48.37 സെന്റിമീറ്റർ മഴ പെയ്തു. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. വീഴുപുരം, കല്ലാക്കുറിച്ചി, കടല്ലൂർ ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതാഘാതമേറ്റാണ് 4 മരണങ്ങളും സംഭവിച്ചത്. ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുമ്പായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. മരങ്ങൾ കടപുഴകി വീണു. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം പുലർച്ചെ 4 മണിയോടെ തുറന്നു. 227 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ട്രെയിൻ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ ചെന്നൈ ഗാരിസൺ ബറ്റാലിയനിലെ സൈന്യവും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫിഞ്ചാൽ എഫക്ട് കേരളത്തിലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ആണ് നാളെ റെഡ് അലർട്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്.
പിഞ്ചാൽ ചുഴലിക്കാറ്റിനിടെ ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിച്ച വിമാനം വൻ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഇൻഡിഗോ എയർലൈൻസിന്റെ A320 നിയോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചത്. ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിമാനം ഇടത്തോട്ട് ചെരിഞ്ഞു. ഇതേ തുടർന്ന് വിമാനം വീണ്ടും പറന്ന് ഉയരുകയായിരുന്നു. പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണം എന്ന് പ്രതിപക്ഷം. 2 വർഷം മുമ്പ് CAG റിപ്പോർട്ട് ലഭിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തത് അത്ഭുതകരമെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. 1548 സർക്കാർ ജീവനക്കാർ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് ധനകാര്യ വകുപ്പ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. 2 വർഷം മുമ്പ് പുറത്തുവന്ന CAG റിപ്പോർട്ടിൽ 9000-ൽ അധികം സർക്കാർ ജീവനക്കാർ ക്രമവിരുദ്ധമായി പെൻഷൻ കൈപ്പറ്റുന്നതായും ഇതിലൂടെ 39 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടായതായും പരാമർശിച്ചിരുന്നു. CAG റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കൊടികുത്തുന്ന വിഭാഗീയത. പത്തനംതിട്ട CPIഎമ്മിലെ വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സമവായ ശ്രമങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. തിരുവല്ലയിലെ സമ്മേളനങ്ങൾ മുടങ്ങിയത് ഉൾപ്പെടെ പരിഹരിക്കുകയാണ് ലക്ഷ്യം. ശശിനാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, ഇപ്പോഴും ഈ യോഗങ്ങൾ പുരോഗമിക്കുകയാണോ? വിഭാഗീയതയ്ക്ക് തടയിടുന്നതിനുള്ള നീക്കം എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്താനാണ് സാധ്യത? അഭിലാഷ്, ഇപ്പോഴും ഈ യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് നടന്നത്. അതിനുശേഷം ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം കൂടി നടന്നു തിരുവല്ലയിൽ. അതിനുശേഷമാണ് അതിലൊരു തീരുമാനം എടുത്തതിനു ശേഷമാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ തിരുവല്ല ടൗൺ നോർത്ത് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു യോഗം കൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്തായാലും 2 മണി മുതൽ 2:30 കൂടി അദ്ദേഹത്തിന് ശേഷം ഈ വിഭാഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ സമ്മേളനം ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം അലങ്കോലപ്പെട്ട സാഹചര്യത്തിൽ കടുത്ത നടപടി ഉണ്ടായി എന്ന് വേണം നമുക്ക് പറയാം. ഇപ്പോഴത്തെ നമുക്കറിയാവുന്ന വിവരമനുസരിച്ച് തിരുവല്ലയിൽ ടൗൺ നോർത്ത് സെക്രട്ടറി കൊച്ചുമോനെ മാറ്റി പകരം ഏരിയ കമ്മിറ്റി അംഗം ജിനോ മാത്യുവിന്റെ ചുമതല നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അലങ്കോലമായ ലോക്കൽ സമ്മേളനം 9 വീണ്ടും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സംഘടനാ നടപടി നേരിട്ട മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ആന്റണിക്ക് വീണ്ടും താക്കീത് നൽകിയിരിക്കുന്നു. കാരണം നടപടി എടുത്ത് മാറ്റിയിട്ടും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹത്തിന് വീണ്ടും താക്കീത് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു യോഗം നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു കൃത്യമായ ഒരു വിവരം ലഭിക്കുക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം തീർന്നതിന് ശേഷമാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. കടുത്ത നടപടി എന്ന നിലയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടി സമ്മേളനം അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് വിമർശനങ്ങൾ ഉയർന്നു. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം സംസ്ഥാന നേതൃത്വത്തിനടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാർട്ടി അംഗങ്ങളിൽ നിന്നുണ്ടായി. അത് സമ്മേളനത്തിന് ചിട്ട പാലിക്കാതെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സജിമോന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പാർട്ടി സമ്മേളനം അലങ്കോലപ്പെട്ടതും അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉയരുന്നതും. സജിമോൻ സ്വീകരണ കേസുമായി ബന്ധപ്പെട്ട് 2 കേസുമായി ബന്ധപ്പെട്ട് സജിമോനെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു. അതിനുശേഷമുള്ള സമ്മേളനം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും ഇതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം എങ്കിൽ CPIഎം മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിയുമായുള്ള എതിർപ്പിനെ തുടർന്നാണ് പാർട്ടി വിടുന്നത് എന്നതാണ് സൂചന. വിയോജിപ്പ് പരസ്യമാക്കി ഏരിയ സമ്മേളനത്തിൽ നിന്നും മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയിരുന്നു. തൊട്ടുപിന്നാലെ മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. പത്തനംതിട്ടയ്ക്കും കൊല്ലത്തിനും പിന്നാലെയാണ് മംഗലപുരം ഏരിയ സമ്മേളനത്തിലെ തർക്കം തിരുവനന്തപുരത്തും CPIഎമ്മിന് തലവേദനയാകുന്നത്.
കഴിഞ്ഞ ദിവസം ആരംഭിച്ച മംഗലപുരം ഏരിയ സമ്മേളനത്തിലാണ് തർക്കം ഉടലെടുത്തത്. 2 ടേം പൂർത്തിയാക്കിയ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ മാറ്റാൻ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇതിൽ അതൃപ്തി അറിയിച്ചും ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചും മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ എം ജലീലിനെ പുതിയ ഏരിയ സെക്രട്ടറിയായി നിയമിച്ചു. നടപടിയിൽ പ്രതിഷേധിച്ച് മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടേക്കുമെന്നാണ് സൂചന. വി ജോയിക്കെതിരായ അതൃപ്തി മധു ന്യൂസ് 18നോട് പരസ്യമാക്കി. ഇനിയിപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതാണ് അതിനുശേഷം പല നേതാക്കളും എന്നെ ബന്ധപ്പെട്ടിരുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. മറ്റു പാർട്ടികളിലോട്ട് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒരു 2 ദിവസത്തിനകത്ത് തീരുമാനം എടുത്ത് അറിയിക്കുക എന്നുള്ളത്. അതിനുശേഷം കോൺഗ്രസ് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, BJP എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എവിടെ നിൽക്കണമെന്നുള്ളൊരു ചിന്ത ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആ രീതിയിൽ നമുക്ക് ആലോചിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം സംഭവിച്ചത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വിഭാഗീയ പ്രവർത്തനമാണ്. വി ജോയിയുടെ പ്രവർത്തനത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തെ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും മധു മുല്ലശ്ശേരി ആരോപിച്ചു. അതേസമയം മധു മുല്ലശ്ശേരിയെ ഒപ്പം നിർത്താൻ BJP കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ചർച്ചകൾ സജീവമാക്കിയതായാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയാവുകയാണ്. ദീർഘകാല തർക്കങ്ങൾ പോലും പരിഹരിക്കാതെ വിഷയം വഷളാക്കിയതിൽ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെയും അണികൾ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി കൃഷ്ണകുമാർ തന്റെ പാർട്ടി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുന്നതായി പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിച്ചിരുന്നു. CA2 VS പക്ഷപ്പോരും VS പിണറായി പക്ഷപ്പോരും കടന്നു വന്ന പാർട്ടിയാണ് CPM. എന്നാൽ അന്നത്തെ വിഭാഗീയതയും ഇന്നത്തെ വിഭാഗീയതയും തമ്മിൽ സാമ്യമേതുമില്ല. ആശയതർക്കങ്ങൾ മുൻനിർത്തിയുള്ള അധികാരം പിടിക്കലായിരുന്നു അന്നത്തെ രീതി. ഇപ്പോൾ ആശയതർക്കങ്ങളില്ല, അധികാര തർക്കങ്ങൾ മാത്രം. സംസ്ഥാന രൂപമില്ലാത്ത പ്രാദേശിക വിഭാഗീയത. അണികൾ തമ്മിലുള്ള പോര് തെരുവിലെത്തി. നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള യുവ നേതാവ് BJPയിലേക്ക് പോയി. ഇപ്പോൾ കൈവിട്ടുപോയത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുകയുന്ന തർക്കങ്ങളാണ്. ഇതൊക്കെ നടക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിലെ വേറെ ഒരു വിഭാഗത്തിൽ നേരിട്ട് കാണാനില്ല. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഒറ്റപ്പെട്ട സംഭവമാണ്. അഡ്ഹോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൌരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല നൽകി. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചുമതല ഒഴിയുന്ന വിവരം പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പരസ്യമാക്കി. ഗ്യാലറിയിലിരുന്ന് കളി പ്രോത്സാഹിപ്പിച്ച നേതൃത്വത്തെ കണക്കിന് പരിഹസിക്കുന്നതാണ് ബി കൃഷ്ണകുമാറിന്റെ കുറിപ്പ്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലയിലെ 2 പ്രധാന നേതാക്കളാണ് ഇരുപക്ഷത്തിനും പിന്നിലെന്നും ജില്ലാ സെക്രട്ടറി ഇതിൽ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കുന്നുവെന്നും അണികൾക്കിടയിൽ ആരോപണമുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടത്തിയതും സമാന്തര ഓഫീസ് തുറന്നതുമടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഭാഗീയ തർക്കങ്ങൾ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. യഥാസമയം തർക്കങ്ങൾ പരിഹരിക്കാതെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒരു വിഭാഗം അണികൾ വിമർശനമുന്നയിക്കുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. CPIM-നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കുകയാണ് എന്ന് EP ജയരാജൻ. പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ ആണ് പരിശീലനം. പാർട്ടി നേതൃത്വത്തെ ആക്രമിച്ച് CPIM-നെ തകർക്കൽ ആണ് ലക്ഷ്യമെന്നും ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ് എന്നും EP ജയരാജൻ പറഞ്ഞു. മാധ്യമങ്ങളെ പണം കൊടുത്തു വാങ്ങുകയാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. മുതിർന്ന CPIM നേതാവ് G സുധാകരനെ ആലപ്പുഴയിലെ വീട്ടിൽ എത്തി സന്ദർശിച്ച AICC സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇന്ന് രാവിലെയായിരുന്നു സുധാകരനെ കാണാൻ KC എത്തിയത്. തനിക്ക് KC വേണുഗോപാലുമായി ദീർഘകാലത്തെ സൗഹൃദം ഉണ്ട് എന്ന് G സുധാകരൻ പറഞ്ഞു. തന്റെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് അറിയാനാണ് KC എത്തിയത്. തനിക്ക് പാർട്ടിയിൽ നിന്ന് ഒരു വിധത്തിലുമുള്ള അതൃപ്തിയും ഇല്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനുവേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലേക്ക് ഒരുമിച്ചുണ്ടായത്. അതിനെന്താ പ്രശ്നം? അതേസമയം G സുധാകരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ
കെ സുരേന്ദ്രൻ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യവുമുണ്ടായി. സുധാകരന് പാർട്ടിയിലേക്ക് സ്വാഗതം. ഒപ്പം CPIM നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകൾക്കെല്ലാം സ്വാഗതം എന്നുകൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. മാത്രവുമല്ല, മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. BJPക്കെതിരെ ഇനിയും വാർത്ത കൊടുത്താൽ ഓഫീസിൽ വരുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീഷണി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണിത്. എല്ലാ ശിങ്കടികൾക്കും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലേ? നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി അങ്ങനെ വലിയ പറഞ്ഞു ഒരു സാധനം നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ്. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി CPIM നേതാവ് G. സുധാകരൻ. ദൃശ്യമാധ്യമങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി പരിപാടി നടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആണ് പരിപാടി ഉപേക്ഷിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗിന്റെ ജില്ലാ നേതാക്കൾ അടക്കം സുധാകരന്റെ വീട്ടിൽ എത്തിയെങ്കിലും മടക്കി അയക്കുകയായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ് G. സുധാകരൻ അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചത്. ഒരു വർഷം മുമ്പ് ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിനിൽ G. സുധാകരൻ പങ്കെടുത്തിരുന്നു. പത്രത്തിന്റെ വരിക്കാരനാവുകയും ചെയ്തു. ഇത്തവണയും സുധാകരനെ ചന്ദ്രിക സമീപിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പത്രത്തിന്റെ പ്രവർത്തകർക്കൊപ്പം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ ഉൾപ്പെടെയുള്ളവരും സുധാകരന്റെ വീട്ടിലെത്തി. എന്നാൽ പുറത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ നീണ്ട നിര കണ്ട് അദ്ദേഹം എത്തിയവരെ മടക്കി അയക്കുകയായിരുന്നു. G. സുധാകരന്റെ രാഷ്ട്രീയം കണക്കിലെടുത്തല്ല, അമ്പലപ്പുഴയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഉദ്ഘാടകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞത്. കാണുന്ന കേവലം ഒരു പാർട്ടി നേതാവെന്ന നിലക്കല്ല, CPIMന്റെ നേതാവെന്ന നിലക്കല്ല. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ചന്ദ്രികയുടെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ആദ്യമായിട്ടല്ല ഞങ്ങൾ സംഘടിപ്പിച്ചതിന് മുമ്പും കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒരു പൊതുകാര്യ പ്രസക്തനെന്ന നിലക്കും പൊതുവെ അമ്പലപ്പുഴയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്കും ചന്ദ്രികയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പഴയകാല ബന്ധമെല്ലാം മുൻനിർത്തിയുമാണ് നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത്. അതേസമയം തലേ ദിവസം തന്നെ ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഓഫീസിൽ നിന്നും ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് G. സുധാകരനാണ് പങ്കെടുക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. ഇതിനു മുൻപുള്ള ക്യാമ്പയിനിൽ ഇത്തരമൊരു അറിയിപ്പ് മാധ്യമപ്രവർത്തകർക്കുണ്ടാകാത്തതും ശ്രദ്ധേയമാണ്. G. സുധാകരനെ CPIM ഒഴിവാക്കുന്നുവെന്ന മാധ്യമ വാർത്തകൾ നിലനിൽക്കുന്നതിനിടയിൽ മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാനുള്ള നീക്കമാണോ എന്ന സംശയവും ഉയർന്നിരുന്നുവെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പുതിയ വിവാദങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന നിലപാടിലാണ് പരിപാടി ഉപേക്ഷിച്ചതെന്നാണ് അദ്ദേഹം ന്യൂസ് 18 ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. ന്യൂസ് 18 ആലപ്പുഴ. വയനാടിന്റെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി പരിഹരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനു വേണ്ടി ഒന്നും നടന്നിട്ടില്ല എന്നും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും രാഷ്ട്രീയത്തിന് അതീതമായി വിഷയത്തിൽ ഇടപെടണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ മനസ്സിലാക്കുന്നതിനായി മലയാളം പഠിക്കും എന്നും പ്രിയങ്ക പറഞ്ഞു. വയനാട്ടിൽ എത്തിയ പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങി. വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. മലപ്പുറം കോഴിക്കോട് സ്വദേശികളായ 2 പേരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ ഉത്തരേന്ത്യൻ സംഘങ്ങളെ സഹായിക്കുന്ന 2 പേര് ആണ് പിടിയിലായിട്ടുള്ളത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. പരാതിക്കാരിയുടെ പേരിൽ ഡൽഹി ICICI ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതുപയോഗിച്ച് സന്ദീപ് കുമാർ എന്നയാൾ മനുഷ്യക്കടത്തടക്കം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും യുവതിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പണം നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി പണം കുറ്റവാളികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഉറവിടം കാണിക്കാൻ തെളിവ് വേണമെന്നും പറയുകയായിരുന്നു. ഭീഷണിക്ക് പിന്നാലെ യുവതി തന്റെ 3 SBI അക്കൗണ്ടുകളിൽ നിന്ന് 4 കോടി രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ ബന്ധപ്പെടാതിരുന്നതോടെ സൈബർ പോലീസിൽ യുവതി പരാതിപ്പെടുകയും ഇവരെ പിടികൂടുകയുമായിരുന്നു. മലപ്പുറം അരീക്കോട് സ്വദേശി മുഹമ്മദ് മുഹ്സിൻ, കോഴിക്കോട് മാവൂർ സ്വദേശി KP മിസ്ഹാബ് എന്നിവരാണ് കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായത്. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.
ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ ഉത്തരേന്ത്യൻ സംഘങ്ങളെ സഹായിക്കുന്ന 2 പേരാണ് പിടിയിലായവരെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 കൊച്ചി. ട്രാക്കോ കേബിൾ ജീവനക്കാരൻ പി ഉണ്ണിയുടെ ആത്മഹത്യയിൽ ഉത്തരവാദിത്തം തനിക്കും കമ്പനിക്കുമെന്ന് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ. ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം ആയതായി ചെയർമാൻ പറഞ്ഞു. ഉണ്ണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. 11 മാസമായി ശമ്പളം മുടങ്ങിയ ട്രാക്കോ കേബിളിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. ഉണ്ണിയുടെ മരണത്തിൽ ട്രാക്കോ കേബിൾ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. തൊഴിലാളികളുടെ വികാരം ഉൾക്കൊണ്ടാണ് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ സംസാരിച്ചതും. ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന് കാരണമാകാമെന്നും ചെയർമാൻ പറഞ്ഞു. ട്രാക്കോ കേബിളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടപ്പാക്കാനാണ് ശ്രമം. ഒരു സംഘർഷം അനുഭവിച്ചിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല. ഇതുകൊണ്ട് മാത്രമല്ല, എങ്കിലും അത് അദ്ദേഹത്തിന് അഭാവമുണ്ട്, സാമ്പത്തിക ബാധ്യത അതിനുണ്ട്. കമ്പനിയോട് പറഞ്ഞ് ഞാൻ പറയത്തില്ല. മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ് ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന നിലപാടിൽ തന്നെയാണ് ജീവനക്കാർ. ആദ്യം ഒരു 50% തന്നു, പിന്നെ 25% ആയി, പിന്നെ 10,000 ആയി, 5,000 അങ്ങനെ ഞങ്ങൾ 2.5 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും ജോലിക്ക് വരാൻ പോലുള്ള ബസ് കൂലി പോലും ഇല്ലാത്ത ആൾക്കാർ വീട്ടിലിരിക്കുക. കുറച്ച് പേരൊക്കെ വന്നു പോകണമെന്ന് മാത്രം, അല്ലാത്ത പ്രതിസന്ധിയാണ് കമ്പനി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലേക്ക് എത്തിച്ച ഉണ്ണിയുടെ മൃതദേഹത്തിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ചടങ്ങുകൾക്ക് ശേഷം കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ന്യൂസ് 18 കൊച്ചി. ഇടവേള. ബി ഉണ്ണികൃഷ്ണനെതിരെ, നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമാണ് സാന്ദ്ര ഉന്നയിച്ചത്. ഒരുപാട് ഭീഷണികൾ എനിക്കുണ്ടായി. അത്രയ്ക്കധികം എന്നെ എന്താ പറയുക, നമ്മളെ ഒരു ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല, നമ്മള് ഇന്ന ആളാണ് എന്നെ ഉപദ്രവിക്കുന്നത്, എനിക്കിനി ഒരിക്കലും ഇവിടെ സിനിമ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് പലരും വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷമുള്ള സമയമൊക്കെ എളുപ്പമായിരുന്നു. എനിക്ക് പ്രശ്നം വരാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നായിരിക്കില്ല, എനിക്ക് മറ്റൊരു അസോസിയേഷനിൽ നിന്നായിരിക്കാം പ്രശ്നം വരാൻ പോകുന്നത്. ഞാൻ സിനിമ ചെയ്താലും തിയേറ്ററുകളിലേക്ക് തിയേറ്റർ കിട്ടാതിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്നെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത്. മഹാരാഷ്ട്രയിൽ വൻ വിജയം നേടി ഒരാഴ്ച പിന്നിട്ടിട്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ മഹായുതി. മുഖ്യമന്ത്രിയെ നാളെ തീരുമാനിക്കുമെന്നാണ് കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയത്. സർക്കാർ രൂപീകരിക്കാതെ മഹായുതി മഹാരാഷ്ട്രയെ അപമാനിക്കുകയാണ് എന്ന് ഉദ്ധവ് താക്കറെ ആരോപിച്ചു. 5-4 ഭൂരിപക്ഷത്തോടെ വമ്പൻ വിജയം നേടിയിട്ട് ദിവസം 8 കഴിഞ്ഞു. സത്യപ്രതിജ്ഞ 5-ാം തീയതി എന്ന പ്രഖ്യാപനവും വന്നു. പക്ഷേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. 2 ദിവസത്തെ മൗനത്തിനു ശേഷം കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ വാക്കുകൾ മഹായുതിക്ക് ആശ്വാസം നൽകുന്നതാണ്. ഷിൻഡെ കടുത്ത രോഗബാധിതനാണെന്ന പ്രചാരണം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ പ്രതികരണവും ജനനി മാതാ ക്ഷേത്ര ദർശനവും. ये जनता की आवाज वाली सरकार है, जनता को जैसे सरकार चाहिए वैसे सरकार मिलेगा. मैंने बुधवार के दिन पूरी तरह मेरी भूमिका स्पष्ट की हुई है. आदरणीय प्रधानमंत्री जी, आदरणीय गृह मंत्री अमित भाई और भारतीय जनता मंत्रालय को लेकर के कोई मांग है क्या आप लोगों की? भारतीय जनता पक्ष के अध्यक्ष नड्डा जी जो मुख्यमंत्री पद के बारे में तय करेंगे उसको मेरा पूरा समर्थन मैंने ऑलरेडी दे दिया है. आप ही कुछ बोलोगे क्या मुझे बात करनी है? അപ്പോഴും അതാരെന്ന സസ്പെൻസിന് പൂർണ്ണവിരാമം ആകുന്നില്ല. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവുമെന്ന് സൂചിപ്പിക്കുമ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് BJPയും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി BJPയിൽ നിന്നും തന്നെയെന്ന് NCP നേതാവ് അജിത് പവാർ മാത്രമാണ് പറഞ്ഞത്. ശനിയാഴ്ച മുംബൈയിൽ നടത്താനിരുന്ന ചർച്ച ഒഴിവാക്കിയാണ് ഷിൻഡെ ജന്മനാടായ സത്താറയിലേക്ക് പോയത്. BJP അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ അതൃപ്തിയെ തുടർന്നാണ് ഷിൻഡെ മടങ്ങിയതെന്ന് അഭ്യൂഹം പരന്നു. ഇതിന് ശക്തി കൂട്ടി അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മൗനം പാലിക്കുകയും ചെയ്തു. പനിയാണെന്നായിരുന്നു അനൗദ്യോഗിക വിശദീകരണം. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ ആഭ്യന്തര വകുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്നതാണ് ശിവസേന നിലപാട്. ഇല്ലെങ്കിൽ സർക്കാരിൽ പങ്കാളിയാവാനില്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കാം.
ഈ നിർദ്ദേശവും വച്ചു. തൽക്കാലം ഭീഷണിയില്ലെങ്കിലും ഇത് ഭാവിയിലുണ്ടാക്കാവുന്ന അപകടം തിരിച്ചറിയുന്ന BJP എത്രയും വേഗം പ്രശ്നപരിഹാരം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ചർച്ചയ്ക്ക് വിളിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റന്നാളാണ് കൂടിക്കാഴ്ച. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് തന്നെ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമില്ല. 70 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളാണ് നിലപാട് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസുമായി ചേർന്ന് സഖ്യമായാണ് മത്സരിച്ചിരുന്നതെങ്കിലും ഒറ്റ സീറ്റിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഫെബ്രുവരിയിൽ ആണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ജനസംഖ്യ നിലനിർത്താൻ 2ൽ കൂടുതൽ കുട്ടികൾ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് RSS മേധാവി മോഹൻ ഭഗവത്. ആധുനിക ജനസംഖ്യാ ശാസ്ത്രം അനുസരിച്ച് 2.1 താഴെ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള സമൂഹം ഇല്ലാതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണ നിയമത്തിന്റെ ആവശ്യകത ചർച്ചയാകുമ്പോഴാണ് RSS മേധാവി മോഹൻ ഭാഗവത് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ആധുനിക ജനസംഖ്യാ ശാസ്ത്രം അനുസരിച്ച് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 മുകളിലായിരിക്കണം. അതുകൊണ്ട് 2-3 കുട്ടികളിൽ കൂടുതൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫെർട്ടിലിറ്റി റേറ്റ് 2.1 കുറഞ്ഞാൽ ആ സമൂഹം തകരും. പല ഭാഷാ സമൂഹങ്ങളും വിഭാഗങ്ങളും ഇത്തരത്തിൽ അവസാനിച്ചുവെന്നും നാഗ്പൂരിൽ നടന്ന ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോഹൻ ഭാഗവത് വ്യക്തമാക്കി. 2.1च्या खाली जायला लागलो तर तो समाजच नष्ट होतो. पृथ्वीच्या पाठीवर तो राहत नाही. कोणी त्याला मारेल असं नाही. तो काही नसलं संकट तरी तो समाज नष्ट होतो, पुढे चालत नाही. अनेक भाषा अशा नष्ट झाल्या, अनेक समाज असे नष्ट झाले. 2.1च्या खाली येतं कामामध्ये. आपल्या देशाची जनसंख्या नीती 1998 वगैरे मध्ये ठरली का 2002 मध्ये ठरली, साल माहित नाही मला, पण त्याच्यातही असं सांगतात की 2.1च्या खाली नको. 2.1 म्हणजे 0.1 तर माणूस जन्मत नाही ना कधी. 2 पेक्षा जास्ती पाहिजे, म्हणजे 3 पाहिजे कमीत कमी. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ നയം 1998 2002 തീരുമാനിച്ചതാണ് എന്ന് വ്യക്തമാക്കിയ മോഹൻ ഭാഗവത് സമൂഹം നിലനിൽക്കുന്നതിൽ അക്കങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തു. രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ നിയമം കൊണ്ടുവരണമെന്ന് പല BJP നേതാക്കളും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് കൂടുതൽ കുട്ടികൾ വേണമെന്ന് RSS മേധാവി എടുത്തു പറയുന്നത്. വിഷയത്തിൽ BJP ഇനി നിലപാട് മാറ്റുമോ എന്നാണ് അറിയേണ്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ചന്ദ്രബാബു നായിഡു സർക്കാർ. YSR കോൺഗ്രസ് സർക്കാർ നിയമിച്ച ബോർഡാണ് പിരിച്ചുവിട്ടത്. കാലങ്ങളായി ബോർഡ് പ്രവർത്തനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വഖഫ് ഭേദഗതി ബില്ലിനെ തുടർന്നുള്ള വിവാദങ്ങൾക്കിടെയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കം. 2 ഹിന്ദു സന്യാസിമാർ കൂടി കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം സ്ഥിരീകരിച്ച ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതോടെ ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതായും ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹിദ് ഹുസൈൻ പറഞ്ഞു. ശബരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. തത്സമയത്തിലേക്ക്.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവൻ 57,120 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5910, പവൻ 47,280. വെള്ളി ഗ്രാം 97, കിലോ 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി അനുശ്രീ ചേരും. നമസ്കാരം.